ഹായ് ഡിയേഴ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് ആണ്, ജേർണൽലെസ് ആണ്. എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യണമെന്നില്ല. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കണക്ട് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിലേക്ക് വരികയും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കുകയും ചെയ്തത്. നിങ്ങൾക്കിപ്പം നിങ്ങൾ തമ്മിൽ അകൽച്ചയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ വ്യക്തി കാരണമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തി കാരണം, ഈ തേർഡ് പാർട്ടി മൂലമാണ് നിങ്ങൾക്ക് അങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകാൻ കാരണം. അവർ നിങ്ങളുടെ വ്യക്തിയെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ അവരുടെ കൂടെ നിർത്തിയിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ അതോർത്ത് വിഷമിക്കുകയും നിങ്ങളുടേതായ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്, ആ തേർഡ് പാർട്ടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് നിങ്ങളോടുള്ള ആ പഴയ ഒരു കെയറിങ്ങും ഒരു സ്നേഹമൊന്നും കാണിക്കാത്തത്. പക്ഷെ അവരുടെ ഉള്ളിൽ ആ സ്നേഹം, പഴയ പോലത്തെ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഈ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഒക്കെ കാരണമാണ് അവർ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു വുമണാണ് നിങ്ങളുടെ ഇടയിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഭയങ്കര സമ്മർദ്ദത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഇത് മനസ്സിലാക്കാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്. നിങ്ങളുടെ ഇടയിലേക്ക് വന്ന ഈ വ്യക്തിയാണ് നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അത് അവർ മനസ്സിലാക്കുകയും അവർ പഴയ പോലെ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവർ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ്. ആ ഇൻഫ്ലുവൻസൊക്കെ മാറി നിങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചു വരും എത്രയും പെട്ടെന്ന്. അവർ നിങ്ങൾ കൊതിക്കുന്നത് എന്താണോ അത് തരാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു കണ്ണ് കെട്ടി, അവർക്ക് ഒരു കണ്ണ് കെട്ടിയിട്ട്, പുറമേ നിന്ന് കണ്ണ് കെട്ടി അവർക്ക് പുറത്തുള്ളതൊന്നും കാണാൻ പറ്റാത്ത വിധത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ആ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ. അതുകൊണ്ട് അവർക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യമില്ലായിരുന്നു ഇത്രയും നാളും. അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിന് ഇത്രയും ഒരു തകർച്ചയിലേക്കൊക്കെ എത്താൻ കാരണം അതാണ്. പക്ഷേ ആ തകർച്ചയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടൊരു പഴയ ഒരു സ്നേഹം ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സ് അവരെ ആരാണോ തെറ്റ് ചെയ്തത് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ അടുപ്പിക്കുകയാണ്. ഇതൊരു യൂണിവേഴ്സ് കൂട്ടിച്ചേർപ്പിച്ചൊരു ബന്ധം തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഈ തേർഡ് പാർട്ടി മൂലം ഇനി നിങ്ങൾക്കൊരു ശല്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, താങ്ക് യു.